ഭൂമിയിൽ നമ്മൾ എത്തി. പ്രജകളെ കാണാൻ വേണ്ടി നമ്മൾ വെമ്പൽ കൊള്ളുകയാണ്. ഒരു വർഷം എങ്ങനെ പോയെന്ന് അറിഞ്ഞില്ല. ഇന്നത്തെ നാട്ടിലെ സ്ഥിതികളൊക്കെ എന്തായിരിക്കും? നമ്മുടെ പ്രജകൾ എന്ത് ചെയ്യും? കഷ്ടപ്പാടുകളാണോ? ഇവിടെ എന്താണെന്നാ മനുഷ്യന്മാരൊന്നും കാണുന്നില്ലല്ലോ. എല്ലാം പച്ചപ്പ് തന്നെയാണ്. ഒരു കുഴപ്പമൊന്നുമില്ല. മഴയൊക്കെ നന്നാ പെയ്തു. ഏതായാലും പ്രജകളെ കാണുവാൻ നമ്മൾ പോവുകയാണ്. പക്ഷി ലതാദികളുടെ ചിലമ്പുകൾ, എന്താ ഒരു ഭംഗി! ആഹാ, കാട്ടുകോഴികൾ. ശരി, നാട്ടിലേക്ക് പോയി നോക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ പോയി നോക്കാം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ അനുഗ്രഹിക്കാൻ വളരെ വെമ്പലാവുന്നു. ഈ മഹാബലിയുടെ പ്രജകൾ എവിടെ? നടന്നു പോകാം. അവിടെ ഒരു വീടുകൾ കാണുന്നുണ്ടല്ലോ. കുട്ടികളുടെയൊക്കെ ആരവം കാണുന്നുണ്ടല്ലോ. നാം ഒന്ന് പോയി നോക്കാം. തമ്പുരാനെ, നിങ്ങൾ ഏത് പരിപാടിക്കാ പോകുന്നത്? പ്രജകളെ, നാം മഹാബലി കേരളം സന്ദർശിക്കാൻ വന്നതാണ്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം കേരളത്തിലെ? ഒന്ന് വിവരിക്കാമോ? ഇയാൾക്ക് എന്താ പിരാന്തായോ? മക്കളെ, നിങ്ങളൊക്കെ ഈ ദേശക്കാരാണല്ലേ? ഇതെന്താ കയ്യിൽ അമ്പും ബില്ലുവാണോ? നമുക്കറിയില്ലല്ലോ. ഒന്ന് പറഞ്ഞു തരൂ. ചൂണ്ടൽ. ഇതെന്തിന്റെ ആവശ്യത്തിനാണ്? മീൻ പിടിക്കുക. അത് ഇങ്ങനെ മീൻ പിടിക്കാൻ പറ്റുമോ? എവിടെ കൊണ്ടിട്ടു? വെള്ളത്തിൽ. അപ്പൊ സൂപ്പറായിട്ട് മീൻ പിടിച്ച്, ഒരു വലിയ മീൻ പിടിച്ച് പൊരിച്ച് നിങ്ങൾ തിന്നോളം. നാം ഇതൊന്നും കഴിക്കില്ല. നാം സസ്യാഹാരങ്ങളെ കഴിക്കുള്ളൂ. ഓം മഹാവിഷ്ണു. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. മംഗളം നേരുന്നു. പ്രജകളെ, എവിടെ നാം വെമ്പൽ കൊള്ളുന്നു. നമ്മെ യാത്ര പോകാൻ അനുവദിക്കുക. നമ്മളെ ഉപദ്രവിക്കരുത്. നാം മഹാബലിയാണ്. ചേട്ടനും കൂടെ പോകുന്ന വല്ല ഉത്സവം ഉണ്ടോ? കലോത്സവം ഉണ്ടോ? ഓണപ്പരിപാടിക്ക് പോവാ? ഭക്ത, നമ്മെ മനസ്സിലായില്ലേ? നാമാണ് മഹാബലി. കേരളം കാണാൻ വന്നതാണ്. തമ്പ്ര, ഞാൻ കുറെ കാലത്ത് ആഗ്രഹം തമ്പ്രനൊന്ന് കാണണം. ഭക്ത, പറയൂ തമ്പ്ര. ഇവിടെ നാം വാചാലനായി ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോവും. തമ്പ്ര, എനിക്ക് അങ്ങ് പോകേണ്ടതുണ്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അപ്പൂപ്പൻ അമ്മൂമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങണം പോകുന്ന വഴിക്ക്. അവർക്ക് അർജന്റ് അത് വാങ്ങാൻ വേണ്ടി ഞാൻ വന്നപ്പോഴാണ് തമ്പ്രനെ കണ്ടുമുട്ടിയത്. സന്തോഷം. ഭക്ത, നാം ഇവിടെ ഡയലോഗുകൾ പറഞ്ഞിരുന്നാൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്താൻ കഴിയില്ല. തമ്പ്ര, എന്തൊക്കെയാ ചെയ്യാ? ഇപ്പോ ലോകം എല്ലാം എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളിലാണ്. കുമാരേ, വരുന്ന സാധനമുണ്ട്. തരികയാണെങ്കിൽ ഒരു പേക്ക് അടിക്കാൻ വാ. വരുന്നോ? വേമ്പാ, പണ്ടാറടങ്ങാണ്ട് വേമ്പാ. എല്ലാരും ക്യാമ്പിലാ. നല്ല സമയാ. വേമ്പാ, ഞാൻ അടിക്കാൻ പോവാ. ഇല്ല, ഞാൻ ഇപ്പൊ അടിച്ചു തീർക്കും. വേമ്പാ, സമയം വേണ്ട. എല്ലാവരും ക്യാമ്പിലാ. ഒരു പേക്ക് അടിച്ചു തന്നെ. പാതാളത്തില് എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ? പാതാളത്തിൽ ഞാനും കുടുംബവും എന്റെ പ്രജകളും ഒക്കെ സന്തോഷമായിരിക്കുന്നു. നിങ്ങൾ കല്യാണം കഴിച്ചിക്കാ? നമുക്ക് പിന്നെ ജീവിക്കണ്ടേ? നമുക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ പാതാളം ചവിട്ടി താത്തിയാണല്ലോ. പാതാളത്തിൽ ഭൂമി അവിടെയുള്ള കുടുംബം ഉണ്ടെന്ന് പറഞ്ഞത്? കുടുംബം പാതാളത്തിലുണ്ട്. അവിടെ വലിയ ഭൂമി പോലെ തന്നെ സ്ഥലമല്ലേ? ഞാനൊരു കല്യാണം കഴിക്കാൻ പോയി അടുത്ത്. ഏറ്റവും നല്ല കാര്യം. എന്നോട് പറയൂ, ഇവിടുത്തെ ആരും കാണുന്നില്ലല്ലോ ഇവിടെ. എല്ലാവരും ഓണാഘോഷം ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ പ്രാവശ്യം വന്നത്. പക്ഷെ ഈ പ്രാവശ്യം ആരും ഓണാഘോഷിക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് ഒരു പിടിയും കിട്ടില്ല. പാതാളത്തിലൊക്കെ എന്താ സ്ഥിതി? നമുക്കും തോന്നായികയില്ല. എന്തൊക്കെയോ ഒരു പന്തികേട് നാം കാണും. തമ്പ്ര ഫുള്ള് പ്രശ്നങ്ങളാണ്. തമ്പ്ര, നമുക്ക് വേഗം പോവാ. ഒരു നിമിഷം, എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. പറയൂ തമ്പ്ര. ഇതൊക്കെ ഉണ്ടോ നമ്മൾ പിന്നെയും സംഘടിപ്പിച്ചു. ഹലോ, നാരായണ. അതാരാ? ഭൂമിയിലാണ്. ഉടനെ എത്തിക്കോളും. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിലെല്ലാം നാം തെളിഞ്ഞു കാണുന്നുണ്ട്. ഒരു കൊതു. തമ്പ്ര, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ തമ്പ്രനോട്. അപ്പൂപ്പനും അമ്മൂമ്മയും നല്ല തിരക്കിലിപ്പോ. അതെയോ? നമുക്ക് പോയാൽ അപ്പൂപ്പനെ അമ്മൂമ്മനെ കാണാം. അവരെ പോയി നേരിട്ട് കാണാം. തമ്പ്ര, പിന്നെ എന്റെ വീട് എനിക്ക് ഒരു കഥ കേൾക്കണം. പഴയകാല കഥകൾ. അപ്പൂപ്പൻ എന്റെ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചു തന്നാ മതി. തരാം. അതിനല്ലേ നാം കൂടെ നടക്കുന്നത്. പക്ഷേ എനിക്കൊരു വീട് വേണം അർജന്റ്. വീട് വെച്ച് തരാം. പഴയ വീട് പോയി, അതുകൊണ്ടാണ്. പണ്ട് നാം ഒരു വീട് വെച്ച് തന്നിരുന്നല്ലോ. അത് പോയി അപ്പൂപ്പ. ഇനി രണ്ടാമത് ഒരു വീട് വേണം. പുതിയ വീട് വേണം. എങ്കിൽ നടക്കൂ ഭക്ത, നമുക്ക് വീട്ടിലേക്ക് പോകാം. എടാ കുമാരേ, ശരത്തണ്ണ ആകെ പൂസാണല്ലോ. നീ എങ്ങോട്ടാ ഈ മാവേലി കൂട്ടി പോണേ? ഞാനേ തമ്പ്രാനെ കൊണ്ട് വീട് കാണിക്കട്ടെ, എന്റെ അപ്പൂപ്പനെ അമ്മൂമ്മനെ. ഇവിടെ ഓണൊന്നുമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടാ? അറിയില്ല? നീ എന്തോന്നാണ്? നീ വാ, വേണമെന്ന് ലേശം കഴിച്ചിട്ട് പോ. വാടാ. ഏറെ ബുദ്ധിമുട്ടിയിരിക്കുന്നു. നമ്മെ ഒന്ന് വേഗം വീട് കാണിക്കാൻ കൊണ്ടുപോകും. തമ്പ്ര, നമുക്ക് അപ്പൂപ്പൻ അമ്മൂമ്മന്റെ വീട് എത്താനായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇയാളൊരു ഇടങ്ങാറാണ്. ഇദ്ദേഹത്തിനെ കൂട്ടിയത്. ഇയാൾ ഈ ഓണം നശിപ്പിച്ചാണ്. പാതാളത്തിൽ നിന്നും ആളെ കൊണ്ടുവരേണ്ടി വരും.
ശരത്തേട്ട നിങ്ങൾ എന്തായി കളിക്കുന്നേ? ഓണം നശിപ്പിക്കോ? നിങ്ങളെ പോന്ന് എന്റെ കൂടെ തമ്പ്രാനുള്ള നിങ്ങളൊന്ന് അനുഗ്രഹിക്കാനുള്ള ഇത് വഴി എടുക്ക്. എവിടെ തമ്പുരാൻ? ഇതാ ഇവിടെ ഉണ്ട്. തമ്പുരാനേ അള്ളാ, എന്റെ ദൈവമേ. അനുഗ്രഹിച്ചിരിക്കുന്നു. ഇയാളെ ഇങ്ങോട്ട് ഓടണോ? നടക്കാം ഭക്ത, നിങ്ങളെ നടക്കാം. കൂട്ടിയത് ഇടങ്ങാറായി. ഇതും ഒരു ഭക്തനാണ്. അല്ല നടക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ കുമാറേ, നിനക്കെന്താ തമ്പുരാൻ തന്നെ? എനിക്കൊരു വീട് ഇപ്പൊ തരും തമ്പ്രാൻ. അമ്മൂമ്മേനെ അപ്പൂമ്മേനും കാണിക്കുകയും വേണം. നേരോ? ആ, എങ്കിൽ പിന്നെ എനിക്കെന്താ തരിക? നിങ്ങക്ക് എന്താ തരുക നമുക്ക് തമ്പ്രാനോട് ചോദിച്ചു നോക്കാം. തിരുമേനി, തിരുമേനി, തമ്പ്രാ കേൾക്കുന്നില്ലേ? നാം എല്ലാം അറിയുന്നു ഭക്ത, പറയൂ. എനിക്കൊരു പൈന്റ് തരുമോ? ഈ ഓണം നശിപ്പിക്കോ? ഓണത്തിന് ഇതാണ് വേണ്ടത്. അയ്യയ്യേ, എനിക്കൊരു പൈന്റ് തന്നാ മതി തമ്പുരാൻ. ഇതാണ് എന്റെ പുല്ലിട്ട വീട്. കഴിഞ്ഞ പ്രളയത്തിൽ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. സുന്ദരമായ പുല്ലിട്ട വീടാണ് മകനെ, ഇതുപോലെ നിനക്ക്. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇവിടെ ഞങ്ങൾ താമസിച്ചത്. ഓല് മുറുക്കാൻ പോയിട്ട് ഒന്ന് മിണ്ടാണ്ട് ഓല് മുറുക്കാൻ പോയിടും. പറയൂ ഭക്ത, പറയൂ. തമ്പ്രാ, അപ്പൂപ്പനും അമ്മമ്മയും മുറുക്കാൻ മേടിക്കാൻ പോയിട്ടുണ്ട്. അവരിപ്പോ വരുമായിരിക്കും. ശരി, താങ്കളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം. എനിക്കിതൊരു നല്ല വീടാക്കണം. നല്ല വാർപ്പിട്ട വീട്, AC വേണം, ഡബിൾ കട്ടില് വേണം, എല്ലാം സെറ്റ്. എന്തിനാ ഭക്ത ഇത്രയ്ക്കും മുകളിലേക്ക് പോണത്? നല്ല രീതിയിൽ താമസിക്കാനുള്ള വീട് ഞാൻ റെഡിയാക്കി തരാം. ഓം ജംബോ മഹാദേര വിഷ്ണു. ഇയാളൊന്ന് പശു ആക്കി തരാൻ പറ്റുമോ? എനിക്ക് പശുവും ഇയാൾ വെയിറ്റ് ലിസ്റ്റിലാണ് മകനെ. ഞാൻ എനിക്ക് ഈ വീട് മാറ്റി നല്ലൊരു വീടാക്കി തരണം. നിനക്ക് ഞാൻ നല്ല വീട് ഉണ്ടാക്കി തരാം, വാസയോഗ്യമായത്. വീടിപ്പോ മാറൂ തമ്പ്രാ. അതാ താങ്കളുടെ വീട് ഞാനിതാ ഭക്ത, ഞാൻ നല്ല ഒരു കൊട്ടാരമാക്കി തരാം. ഓം വിഷ്ണു ലംബോദര മഹാദേവ ചീം ഭൂമ്പാ ചീം ഭൂമ്പാ. സാധനം വേണോ? തമ്പ്ര ഇയാളൊന്ന് മാറ്റുമോ? ഇയാളൊന്നും അങ്ങോട്ട് ചേട്ടനൊന്ന് മാറിയേ. ഓം മഹാവിഷ്ണു ലംബോദര ചീം ഭൂമ്പാ. എവിടെ എങ്ങോട്ടാ? ഇങ്ങോട്ട് നോക്കൂ ഭക്ത, താങ്കളുടെ വീട് നോക്കൂ. അയ്യോ നല്ല മനോഹരമായ, തമ്പ്ര, ഇതെനിക്ക് പറ്റില്ല. ഇത് വാസയോഗ്യമായ വീടാണ്. എനിക്ക് പറ്റില്ല അവിടെ ശരത്തേട്ടാ. നോക്കി ഇരിക്കാൻ ഒരു കസാര. അത് പറ്റില്ല. എനിക്ക് നല്ല വീട് വേണം, വലിയ വീട്. ഇതിലും നല്ല വീട് ഇനിയും വേണം. വേഗം പ്ലീസ് അടയ്ക്കാം. ഓം നമഃശിവായ. കണ്ണു തുറന്നു നോക്കൂ ഭക്ത. ആഹാ. ഇത് മതി. ഇത് അടിപൊളി വീടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കസാരകൾ, മേശകള്, കട്ടിലുകൾ എല്ലാം AC, TV എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കേ, എനിക്ക് നീ ഇത് സുഖമായി. ഇഷ്ടപ്പെട്ടു തമ്പ്ര. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മെ മറക്കരുത്. തമ്പുരാ, എപ്പോഴും ഓർത്തോണ്ടിരിക്കണം. എനിക്കൊരു പൈന്റ് തരുമോ? ഓം താങ്കൾക്ക് ഒരു പൈന്റ് അടുത്ത തവണ വരുമ്പോ താങ്കൾക്ക് ഞാൻ പാതാളത്തിൽ നിന്ന് അമൃത് കൊണ്ടു തരാം. തമ്പ്ര, ഭക്ത, തമ്പ്രാന് പുതയ്ക്കാൻ പുതപ്പുണ്ട്. ഓ ഇതാ ഇന്ന് പുതയ്ക്കാം. നാം വളരെ സന്തോഷവാനാണ്. പുതയ്ക്കൂലേ? എനിക്ക് ആദിത്യ മര്യാദ ചെയ്തു തരുന്ന ഭക്തന് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഒരു കാര്യം പറ്റാൻ മാറ് കാണിച്ചു ചെറിയ തമ്പ് ഭക്തൻ. മാറ് കാണിച്ചു അതെവിടെയാണ് ഭക്ത? ബാ. കാണിച്ചു